ഡിഗ്രി കഴിഞ്ഞു, അതിനുശേഷം പിന്നെ ഫുൾ മ്യൂസിക്കിലേക്ക് തിരിയായിരുന്നോ? ഇല്ല, അതിനുശേഷം തിരിഞ്ഞില്ല. അതിനുശേഷം പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഇടയിൽ ഡൽഹിയിലൊക്കെ കുറച്ചാൾ ഡൽഹിയിലൊക്കെ ചുമ്മാ പോയി. എൻ്റെ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചുമ്മാ ഡൽഹിയിലൊക്കെ പോയി കറങ്ങി നടക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടെ ഒരാളെ പരിചയപ്പെട്ട് അയാളുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്താണ് ഫ്യൂച്ചർ പ്ലാനൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിയാണ് എൻ്റെ അടുത്ത് അതിന് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പുള്ളി ഒരു മോട്ടിവേഷനൊക്കെ തന്ന് അങ്ങനെയാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പോകണമെന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഹെൻറി കുരുവിള എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ഹെൻറി ചേട്ടൻ ഇപ്പോൾ എ റഹ്മാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പുള്ളി എൻ്റെ ഒരു റോൾ മോഡലായിരുന്നു. പുള്ളി പള്ളിയിൽ കീബോർഡൊക്കെ വായിക്കും. ഇപ്പോൾ ഞാനും കീബോർഡൊക്കെ വായിക്കും. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പോയിരുന്നിട്ട് പുള്ളി അറിയാതെ നമ്മൾ മറ്റേ ദ്രോണാചാര്യരുടെ ഏകലവ്യൻ്റെ കഥ പോലെ ഞാനിങ്ങനെ പുള്ളി അറിയാതെ പുള്ളീനെ ഇങ്ങനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് പുള്ളി അത് പഠിക്കുന്നു. അപ്പോൾ ഞാനും കീബോർഡ് വായിക്കാൻ പഠിക്കുന്നു. പുള്ളി SI എന്ന് പറഞ്ഞൊരു കോളേജിൽ പോയി. അപ്പോൾ ഞാനും അവിടെ തന്നെ പോകും. പക്ഷെ പുള്ളിയോട് പറയാതെ തന്നെ ഞാൻ പോയി ജോയിൻ ചെയ്തു. പുള്ളി ഇപ്പോൾ പുള്ളിയോട് പറയാം നിനക്കൊന്നും പറ്റിയതല്ലെന്ന് എങ്ങനെ പറഞ്ഞാലോ എന്ന് എനിക്ക് പേടി. അതുകൊണ്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല. അങ്ങനെ അവിടെ ചെന്നൈ പോയി സൗണ്ട് എഞ്ചിനീയറിങ് ചെയ്തു. അത് പിന്നീടാണ് ഞാൻ ഡൽഹിയിലൊക്കെ പോയി അങ്ങനെ തിരിച്ച് വന്നതിന് ശേഷം ആണ് നാട്ടിലെത്തി. പിന്നെ വീണ്ടും അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് കറങ്ങി തിരിഞ്ഞ് നടന്ന് അവസാനമാണ് ചെന്നൈയിൽ പോയി സൗണ്ട് എഞ്ചിനീയറിങ്ങിന് ചേർന്നത്. ചെന്നൈയിൽ ഞാൻ നമ്മുടെ ഗോവിന്ദ് മേനോൻ, ഗോവിന്ദ്, വിപിൻ ലാൽ, തൈക്കൂടം ബ്രിഡ്ജിലുള്ള മിക്ക എല്ലാവരും തന്നെ ഞങ്ങളൊക്കെ ഒരുമിച്ച് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ചെന്നൈയിൽ വന്നവരാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് താമസമൊക്കെ ആയിരുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഓരോരോ പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഗോവിന്ദ് ഇടയിൽ വെച്ച് ഇങ്ങനെ തൈക്കൂടം ബ്രിഡ്ജിന് മുമ്പ് തന്നെ അവൻ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തായിരുന്നു. പിന്നെ വിപിൻ ഒരു സൗണ്ട് എഞ്ചിനീയറായിട്ട് ഇവിടെ വർക്ക് ചെയ്തു. അപ്പോൾ വിപിനാണ് നാട്ടിൽ അഫ്സൽ യൂസഫ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ വിപിനാണ് അഫ്സലേട്ടനെ എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അഫ്സലേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ അഫ്സലേട്ടൻ എൻ്റെ വർക്കുകൾ കേട്ടപ്പോൾ ബിജി ചേട്ടനും ഗോപി ചേട്ടനും അൽഫോൺസ് ചേട്ടനും എല്ലാവരും പരിചയപ്പെടുത്തി. അങ്ങനെയാണ് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് ബിജി ചേട്ടൻ്റെ കൂടെ. 8 വർഷം 10 വർഷമായി. ഓക്കെ. അവിടുന്നാണോ ഞണ്ടുകളുടെ നാട്ടില് ചെയ്യാനുള്ള ക്ഷണം വരുന്നത്? അത് ആക്ച്വലി അതിൻ്റെ ഇടയിൽ ഞാനൊരു ഞണ്ടുകളുടെ സിനിമ തുടങ്ങുന്നതിന് ഒരു 2 വർഷം മുമ്പൊക്കെ ആയിട്ട് അൽത്താഫിനെ പരിചയപ്പെട്ടു. അപ്പോൾ അൽത്താഫിനെ പരിചയപ്പെട്ടു. പക്ഷേ അൽത്താഫിനെ പരിചയപ്പെടുന്ന സമയത്തൊന്നും അവൻ്റെ സിനിമ വേറെ ആരെങ്കിലും ആയിരിക്കും ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പരിചയപ്പെട്ട് സംസാരിക്കും, നമ്മൾ കാണും. എൻ്റെ വർക്കുകളൊക്കെ അവനെ കേൾപ്പിച്ചു കൊടുക്കാറുണ്ട് ചുമ്മാ. അങ്ങനെ ഒരു സമയത്ത് ഗോവിന്ദായിരുന്നു ആക്ച്വലി അത് വർക്ക് ചെയ്യുന്നിരുന്നത്. ഗോവിന്ദിന് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഗോവിന്ദിന് സമയം ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അൽത്താഫ് പിന്നെ അടുത്ത ആളെന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ പിന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ പേര് സജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് അൽത്താഫിൻ്റെ പടത്തിലോട്ട് വന്നത്. ആദ്യമായിട്ട് അങ്ങനെ ഒരു വിളി വന്നപ്പോൾ അതെ, ആദ്യമായിട്ട് വിളി വന്നത് ആക്ച്വലി എൻ്റെ ഫ്രണ്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ഫ്രണ്ട് പറഞ്ഞു, എടാ അൽത്താഫ് പടം ചെയ്യുന്നുണ്ട്, നിന്നെ വിളിക്കുമ്പോൾ നീ നോ പറയരുത്, നോ പറഞ്ഞാൽ നീ ഞാനായിട്ട് ഇനി ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അൽത്താഫ്. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ എനിക്കൊരു പേടിയും ഒരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ട് എപ്പോഴും സ്വന്തമായിട്ടൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ മുമ്പും 1-2 അവസരങ്ങൾ വേണമെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റുന്ന ചെറിയ സിനിമകളൊക്കെ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരു മടിയൊക്കെ കാണിച്ചു. അപ്പോൾ അവനത് അറിയാവുന്നതുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അൽത്താഫ് എന്നെ വിളിച്ച് ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നു. അതൊന്ന് ഇപ്പോൾ അത് നിവിൻ പോളി സിനിമ എന്നുള്ള രീതിയിൽ ഒരു വലിയ സിനിമ ആവുന്നതിന് മുമ്പ് അൽത്താഫിൻ്റെ ഒരു സിനിമ പ്രേമത്തിനൊക്കെ മുമ്പാണ്. അപ്പോൾ ഒരു ആണ്. അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ സിനിമ അൽത്താഫിൻ്റെ സിനിമ ചെയ്യുന്നു, അവൻ്റെ കൂടെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു, അത്രേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അതിനുശേഷം പ്രേമൊക്കെ ഇറങ്ങി നിവിൻ സ്റ്റാറായി അങ്ങനെ ഒരു വലിയ സിനിമയായിട്ട് അത് വന്നത്. നിവിൻ എത്ര നല്ല പ്രൊഡ്യൂസർ ആയിരുന്നു. നിവിൻ അടിപൊളി പ്രൊഡ്യൂസർ ആയിരുന്നു. പടമൊക്കെ നല്ലോണം ഓടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സ്ട്രാ പൈസയൊക്കെ തന്ന ഒരു നല്ല പ്രൊഡ്യൂസറാണ്. ഞാൻ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അക്കൗണ്ടിൽ കുറച്ച് പൈസയൊക്കെ വന്നു. ഞാനിത് എവിടെ നിന്ന് വന്നു, ഇനി ആരെങ്കിലും മാറിയിട്ടതാണോ, ഇനി ഇത് തിരിച്ചു കൊടുക്കേണ്ട വരുമല്ലോ എന്നൊക്കെ സങ്കടപ്പെട്ട് അന്വേഷിച്ച് ഇങ്ങനെ നിന്നപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു ഇതിന്റെ സമ്മാനമാണെന്ന് പറഞ്ഞു. എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. പ്രോഗ്രാമിംഗ് ആണോ എളുപ്പം, മ്യൂസിക് ഡയറക്ഷൻ ആണോ എളുപ്പം? അത് പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ പാട്ട്, ഇപ്പോൾ ബിജേട്ടൻ്റെ പാട്ടുകളാണ് കൂടുതൽ ചെയ്യുന്നത്. ഒരു പാട്ട് കിട്ടി, അത് പാട്ട് നല്ല പാട്ടാണ്. അപ്പം ഞാൻ പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി പ്രോഗ്രാമിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത പാട്ടിനേക്കാളും എൻ്റെ അടുത്ത് പലരും കമൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട്, ഇപ്പോൾ സോൾട്ട് ആൻഡ് പേപ്പറിൽ ചെമ്പാവ് പൊന്നിൽ എന്നുള്ള പാട്ട് ഞാൻ പ്രോഗ്രാമിങ്, അപ്പോൾ എൻ്റെ അടുത്ത് ആ പാട്ട് അടിപൊളിയെന്ന് പറയും. അപ്പോൾ എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ട് പ്രോഗ്രാമിങ് ചെയ്തൊരു പാട്ടുണ്ടെങ്കിലും ഇത് ഹിറ്റ് പാട്ടല്ലേ, അപ്പോൾ ഈ പാട്ടാണ് എല്ലാവരും നല്ലതെന്ന് പറയാം. അപ്പോൾ പാട്ട് നല്ലതാകുമ്പോൾ പ്രോഗ്രാമിംഗ് കൂടിയും കൂട്ടത്തിൽ
നല്ലതായി വരുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെറുതായിട്ട് നമുക്ക് മ്യൂസിക് ഡയറക്ടറിന് മറ പിടിച്ച് അങ്ങനെ രക്ഷപ്പെട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗോ? ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അത് ചെയ്തുല്ലോ അല്ലേ? ചെയ്തു. രണ്ട് മൂവീസിനും ഞാൻ ചെയ്തു. ഇതിന്റെ കൂടെ ഇടയിൽ തൊട്ടപ്പൻ എന്ന് പറഞ്ഞൊരു മൂവിയിലും സ്കോർ മാത്രമായിട്ട് ചെയ്തിരുന്നു. അപ്പൊ ഏതാ പ്രിഫർ ചെയ്യണം? ഇപ്പൊ ഒരു ഓപ്ഷൻ തരാണെങ്കിൽ ഇതിന് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണം എന്ന് പറഞ്ഞു. അതായത് ഞാൻ ഇതുവരെ എനിക്ക് അന്ന് കഴിഞ്ഞ പ്രാവശ്യം രണ്ടുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂലൊക്കെ പറയുമായിരുന്നു എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറേ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ എന്ന്. പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് ചെയ്യുമ്പോഴാണ് ആൾക്കാരുടെ കമന്റ്സ് ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടുക. അപ്പൊ അത് കിട്ടുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചെറുതായിട്ട് മാറിയിട്ടില്ല. എനിക്കിപ്പോൾ ഒരു പടം തന്നിട്ട് ഏതെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആളെ ചെയ്യണേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്കോർ ആയിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക. സ്കോർ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് ചെയ്യാൻ പറ്റുന്നു. പാട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ചെയ്യല്. പാട്ട് ചെയ്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമല്ലോ, നേരെ കുഴപ്പമില്ലല്ലോ, അത് പേടി ചെയ്യുന്ന കാലം വരെ ഉണ്ടാവും.